കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന വീരമലക്കുന്ന്, ബേവിഞ്ച പ്രദേശങ്ങളിലൂടെ പാസഞ്ചർ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, കാസർഗോഡ് ഇപ്പോൾ യെല്ലോ അലർട്ടാണ് തുടരുന്നത്. ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഗതാഗതം അടക്കം ഇപ്പോൾ നിരോധിക്കുന്ന ഒരു സാഹചര്യം കൂടി. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, കാസർഗോഡ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് പെയ്തത്. ഇന്ന് പകൽ ഇപ്പോൾ ആ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന വീരമലക്കുന്ന്, ബേവിഞ്ച പ്രദേശങ്ങളിലൂടെ പാസഞ്ചർ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ അപകട സാധ്യതയുള്ള മേഖല എന്ന് കണ്ടെത്തിയ സ്ഥലമാണ് ദേശീയപാത രണ്ടാം റീച്ചിൽ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത് അപകട സാധ്യതയുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ഇതിനു മുമ്പും വാഹന ഗതാഗതം, പാസഞ്ചർ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചുകൊണ്ട് ദിവസങ്ങളോളം ഉത്തരവ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് ഈ ഭാഗത്തെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് ട്രക്കുകൾ തുടങ്ങിയവ അടിയന്തര വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടന്നുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ശരി സിജു, കാസർഗോഡ് ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. അങ്ങനെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കാസർഗോഡ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീരമലക്കുന്ന്, ബേവിഞ്ച പ്രദേശങ്ങളിലൂടെ പാസഞ്ചർ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സംസ്ഥാനങ്ങളിൽ വിവിധയിടങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.